കുടുംബജീവിതം നൽകുന്ന സന്തോഷങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ചില മനുഷ്യർ. പൗലോസ്ലീഹ പറയുന്ന പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. അത്തരത്തിലുള്ള മനോഹരമായ ദൈവവിളികളെ പരിചയപ്പെടുന്ന ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ കുടുംബ പ്രേക്ഷിതത്വത്തിലൂടെ അനേകം കുടുംബങ്ങളിലേക്ക് ആശ്വാസവും ക്രിസ്തു സ്നേഹവും പകർന്നു നൽകുന്ന ഒരു സന്യാസിനി. ഇത് ഈ കാലഘട്ടത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഫാമിലി കൗൺസിലിംഗിലൂടെ ദിശാദർശനം നൽകി അവരെ കൈപിടിച്ചു നയിക്കുന്ന സിസ്റ്റർ ഡോക്ടർ റോസ് ജോസ് CHF. കുടുംബ പ്രശ്നങ്ങളാൽ ഉഴലുന്ന വ്യക്തികൾക്കായി നോർത്ത് പറവൂരിൽ സ്ഥാപിതമായ ശാന്തിതീരം എന്ന ആലയത്തിന്റെ മുഖ്യ സാരഥിയായും അങ്കമാലി അത്താണിക്കടുത്ത് ഹോളി ഫാമിലി സഭയുടെ കീഴിൽ പുതുവാശ്ശേരിയിലുള്ള ജീവജ്യോതി കൗൺസിലിംഗ് സെന്ററിൽ കുടുംബങ്ങൾക്കായി നിരവധി ശുശ്രൂഷകളും നിർവഹിക്കുന്ന സിസ്റ്റർ റോസ് തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തിന്റെ കരുതലും ദൈവവിളിയുടെ ആഴങ്ങളും നമ്മോട് പങ്കുവെക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CHF സന്യാസിനി സമൂഹത്തിലെ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിലെ ആലുവ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ് CHF ആണ്. സിസ്റ്റർ ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. സിസ്റ്റർ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളെ പറ്റിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് സിസ്റ്ററിന്റെ കുടുംബത്തെ പറ്റി ഒന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ അവിട്ടത്തൂർ ഇടവകയിലെ ചിറ്റിലപ്പള്ളി ജോസ് മേരി ദമ്പതിമാരുടെ 4 മക്കളിൽ 4ാമത്തെ സന്താനമായിട്ടാണ് എൻ്റെ ജനനം. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 86 വയസ്സുള്ള അപ്പനും 84 വയസ്സുള്ള അമ്മയും 2 ചേച്ചിമാരും ഒരു ചേട്ടനുമാണുള്ളത്. അവരുടെ 3 പേരും മാരീഡാണ്. എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് അപ്പച്ചനും അമ്മയും താമസിക്കുന്നത്. ബ്രദറിൻ്റെ മകൻ കല്യാണം കഴിച്ച് അവന് കുഞ്ഞുങ്ങളുണ്ട്, മകളും. അപ്പോൾ അങ്ങനെ 4 തലമുറ കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അവരെല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്നു സന്തോഷമായിട്ട്. വളരെ സന്തോഷമുള്ള ഒരു കുടുംബം. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സിസ്റ്റർ പറഞ്ഞ പോലെ ചിറ്റിലപ്പള്ളി കോക്കാട്ട് എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒന്ന് ആലോചിച്ച അത്യാവശ്യം നല്ല പൗരാണിക പാരമ്പര്യമുള്ള വലിയൊരു കുടുംബം. അവിടെ നിന്ന് എങ്ങനെയാണ് ദൈവവിളി സ്വീകരിക്കാൻ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരാൻ പ്രചോദനം ഉണ്ടായത്? എൻ്റെ വീട്ടിൽ സത്യത്തിൽ പറഞ്ഞ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ 9 മക്കളാണ്. അവർ 9 മക്കളിൽ 6 ആണും 3 പെണ്ണും. ഞങ്ങളൊരു ബിസിനസ് ഫാമിലിയാണ്. ആരും തന്നെ വൊക്കേഷൻ സ്വീകരിച്ചിട്ടില്ല. ഞാനാണ് ആദ്യമായിട്ട് ക്ലോസ് റിലേഷനിൽ. എന്നാൽ ചിറ്റിലപ്പള്ളി തറവാട്ട് ഞങ്ങളുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട്. എൻ്റെ ക്ലോസ് സർക്കിളിൽ ഞാനാണ് ആദ്യമായിട്ട്. അപ്പോൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് എന്നാൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ചൊരു ഒരു ഫാമിലി ലൈഫാണ്. കുട്ടിക്കാലവും വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ ഇടവകയുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമായിരുന്നു. അവിടെ ഞങ്ങളുടെ ഹോളി ഫാമിലി കോൺവെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ കോൺവെൻറ്റിൽ ചേരുന്ന അവിടെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കുട്ടിക്കാലമാണ് എൻ്റെ ലൈഫ്. സിസ്റ്റേഴ്സുമായിട്ടുള്ള CLC സംഘടനകൾ, ജൂനിയർ CLC, സീനിയർ CLC സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഡെയിലി പള്ളിയിൽ പോകാനായിട്ടുള്ള അമ്മ ഈ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ കൂടെ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചാലാണ്. അമ്മയ്ക്ക് 1 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അപ്പച്ചൻ 6 ആങ്ങളമാരാണ്, ഒരു പെണ്ണേ ഉള്ളൂ. അപ്പോൾ അപ്പാപ്പൻ ഈ അമ്മേനെ, അതും ചിറ്റിലപ്പള്ളി തൊമ്മാനയാണ്. എൻ്റെ അമ്മയുടെ വീട് ചിറ്റിലപ്പള്ളി തന്നെ തൊമ്മാന തറവാട്ടിൽ നിന്നാണ്. ഞാൻ കൊക്കാട്ട് തറവാട്ടിൽ നിന്ന്. അപ്പോൾ അമ്മേനെ ബോർഡിങ്ങിൽ കൊണ്ടു നിർത്തി കുഴിക്കാട്ടുശ്ശേരി മറീന്ദ്രസി അമ്മയുടെ ജന്മസ്ഥലം. അവിടെ ബോർഡിങ്ങിൽ നിന്നാണ് എൻ്റെ അമ്മ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അപ്പം കുട്ടിക്കാലം മുതലേ ആ ഒരു ഹോളി ഫാമിലി സ്പിരിറ്റ് എൻ്റെ അമ്മയ്ക്കുള്ളത് കൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെയും വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെയാണ് അമ്മ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഹോളി ഫാമിലി കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സിനോട് ഞങ്ങൾക്ക് നല്ല കണക്ഷൻ ഉണ്ട്.
പിന്നെ എൻ്റെ അപ്പാപ്പനൊക്കെ ഒരു വലിയ മനുഷ്യനാണ്, അവിടെയുള്ള നാട്ടിലെ ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ എപ്പോഴും സിസ്റ്റേഴ്സ് വരികയും സിസ്റ്റേഴ്സ് ഇങ്ങനെ കുടുംബ സന്ദർശനങ്ങൾ നടത്തുന്നത് ഞാൻ കാണാറുണ്ട്. വേദനിക്കുന്ന ദുഃഖിക്കുന്ന കുടുംബങ്ങളെയൊക്കെ കണ്ടെത്തുന്നത്, പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നത്. LP 4ാം ക്ലാസ് വരെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെയൊക്കെ ഞാൻ പബ്ലിക് സ്കൂളിൽ, മിക്സഡ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ സിസ്റ്റേഴ്സുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുടുംബ ശുശ്രൂഷ എന്ന ഒരു കാര്യത്തോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. എൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അനുഭവമാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അനുഭവം ഉണ്ട് കേട്ടോ. അത് സിസ്റ്റർ എന്നോട്, സിസ്റ്റർ ആവാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൈപൊക്കിയപ്പോൾ ആ സിസ്റ്റർ പിടിച്ച് താഴെ ഇടും. ചിറ്റലപ്പള്ളി വീട്ടിൽ നിന്ന് ആരും വരുന്നത്, നീ ഒന്നും വരില്ല മഠത്തിൽ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്തു. അപ്പോൾ എനിക്കൊരു വാശി, എന്താ അങ്ങനെ പറഞ്ഞു, ഞാൻ ആവും എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഉറക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 3ാം ക്ലാസ്സിൽ ഞങ്ങളുടെ CLCയുടെ ചാർജായിരുന്ന സിസ്റ്റർ, പാവപ്പെട്ട കുഞ്ഞുങ്ങളോടുള്ള സിസ്റ്ററിൻ്റെ കരുതലും സ്നേഹവും സ്കൂളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സിൽ നിന്ന്. അപ്പോൾ അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ പള്ളിയിൽ എല്ലാ വർഷങ്ങളും ധ്യാനം നടക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഒരു ഫാദർ മൊദേസ്തു CMI ഒരു അച്ഛൻ വന്ന് ഞങ്ങളെ ധ്യാനിപ്പിച്ചത്. ആ ധ്യാനിപ്പിച്ചപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ധ്യാനിപ്പിക്കുന്ന ഒരു ആളാവണം എനിക്ക് എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മോട് വന്ന് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ നോക്കിക്കോ. അപ്പോൾ അന്ന് എനിക്ക് ആണോ പെണ്ണോ, അച്ഛനൊരു പെണ്ണിനെ പോലെ ഇരിക്കണേ, മുടിയൊക്കെ വളർത്തിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ പെണ്ണാണെന്നുള്ള ധാരണ മനസ്സിലായിട്ടില്ല, ആണാണോ പെണ്ണാണോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെ. അപ്പം എനിക്ക് വിഷമമായി, അയ്യോ അച്ഛൻ ആണാണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ പ്രസംഗിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു എന്നോട്, നീയായിട്ട് അതങ്ങ് തുടങ്ങിക്കോ. അപ്പോൾ എനിക്ക് അതൊരു ധാരണ, കുഞ്ഞുങ്ങളെ സഹായിക്കണം എന്നൊരു വിചാരം വന്നു തുടങ്ങിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിലേക്ക് പോയി ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വൊക്കേഷനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവാറില്ല. പക്ഷേ എന്നാലും പള്ളിയുമായിട്ട് വളരെ അടുത്ത് ഇടപെടുകയും ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് വിശുദ്ധരുടെ ജീവചരിത്രം എപ്പോഴും വായിക്കാൻ തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പാട്ട്, ഡാൻസ്, കഥാപ്രസംഗം, കോമ്പറ്റീഷൻസ് ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കാലമാണത്. ഈ മറിയം ത്രേസ്യയുടെ പുസ്തകം വായിച്ചപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഗ്രാമീണ കന്യക, അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോഴാണ് സിസ്റ്റേഴ്സ് പറയുന്നത് ഒരു ലൈഫ് ഗൈഡൻസ് ക്യാമ്പിന്, എൻ്റെ പണ്ടത്തെ പേര് ഷാൻഡി എന്നാണ്, ഷാൻഡി വന്നാൽ കുറേ കുട്ടികൾ വരും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ 10 പേര് കൂടി ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ലൈഫ് ഗൈഡൻസ് ക്യാമ്പ് എന്നാണ് വീട്ടിൽ പറഞ്ഞേക്കണേ. വൊക്കേഷൻ ക്യാമ്പാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. സിസ്റ്റേഴ്സ് ലൈഫ് ഗൈഡൻസ് ക്യാമ്പ് ശരിയാണല്ലോ, ലൈഫ് ഗൈഡൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഡോൺ ബോസ്കോയിൽ, ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോയിലാണ് ക്യാമ്പ് നടക്കുന്നത്. അങ്ങനെ നടന്നപ്പോൾ, ഡോൺ ബോസ്കോയിലല്ല, സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ. അങ്ങനെ നടന്ന് അതിൽ ഞങ്ങൾ ഒരു അറക്കൽ അച്ഛൻ, ഡോൺ ബോസ്കോ ഫാദറാണ് അദ്ദേഹം, അങ്ങനെ ക്യാമ്പ് ഗൈഡ് ചെയ്തപ്പോൾ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, ഒരു ഫിലിമൊക്കെ കാണിച്ചു. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ഒരു കോടീശ്വരൻ്റെ മകൻ തൻ്റെ ഉടുവസ്ത്രം പോലും ഉരിഞ്ഞിട്ടിട്ട് മാർപ്പാപ്പയുടെ കാപ്പയ്ക്കുള്ളിൽ നിന്ന് കർത്താവിനോടുള്ള ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഫ്രാൻസിസ് അസിസിയുടെ ആ സ്പിരിറ്റ് എനിക്ക് എന്തോ ഇങ്ങനൊരു ഭയങ്കരമായിട്ടുള്ളൊരു അഭിനിവേശം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, വീട് ഇങ്ങനെ ഒരു ബിസിനസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ഭക്തി കാര്യങ്ങളിലേക്ക് കുട്ടിക്കാലം പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പള്ളിയിൽ ഡെയിലി പോകാനും ആശയടക്കങ്ങൾ ചെയ്യാനും സിസ്റ്റേഴ്സ് ഇങ്ങനെ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും അമ്മ ബോർഡിങ്ങിലായതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ആ സ്പിരിറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാതെ ബാധിച്ചു. എന്തൊരു സുഖമുള്ള, എന്തൊരു ആന്തരിക ഫ്രീഡമാണ് ഫ്രാൻസിസ് അസിസി ഈ ഉപേക്ഷിക്കലിലൂടെ കിട്ടിയത് എന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അഭിനിവേശം അന്ന് എനിക്ക് കിട്ടി. അതാ ഞാൻ തീരുമാനിച്ച് പേരും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരണേ. പിന്നെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചേച്ചിമാരുടെ മാരേജ് കഴിഞ്ഞിരുന്നു, ഞാനും ബ്രദറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നീ പോകാൻ പറ്റില്ല, പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് പോവാം, അപ്പോൾ വിളി കിട്ടണമെങ്കിൽ പോവാം. പിന്നെ ബഹളമായി. പിന്നെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു. ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഉപവസിക്കാൻ പഠിച്ചത് അന്നാണ്. വിളമ്പി വെച്ചാലും ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ വാശി പിടിച്ചു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഇപ്പം നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ചനൊരു നിർബന്ധമുണ്ട്, എന്നെ മോളേന്ന് വിളിച്ച് അപ്പം തന്നെ എന്തോന്ന് വിളി കേൾക്കണം, അല്ലെങ്കിൽ ദേഷ്യം വരും വിളി കേട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്നെ വിളിച്ചു എന്ന് എനിക്ക് തോന്നി, എനിക്ക് അനുഭവമാണത്. അപ്പച്ചനോട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഈശോ എന്നെ വിളിച്ചു. അപ്പച്ചൻ വിളിക്കുമ്പോൾ വിളി കേട്ടില്ലെങ്കിൽ എന്തൊരു ദേഷ്യം അപ്പച്ചന്, അതുപോലെ ഈശോയ്ക്ക് സങ്കടമാവില്ലേ, അതുകൊണ്ട് എനിക്ക് പോകണം. അതാണ് അവസാനത്തെ എൻ്റെ ഡയലോഗ്. അതിൽ എൻ്റെ അപ്പച്ചന് വീണു.
അങ്ങനെ തിരുകുടുംബ സന്യാസിനി സമൂഹത്തിലേക്ക് വരുമ്പോൾ ഈ സന്യാസിനി സമൂഹത്തെ പറ്റി സിസ്റ്ററിനോടൊന്ന് ചോദിക്കുകയാണ്. കാരണം നമുക്ക് ഒത്തിരി കോൺഗ്രിഗേഷൻസ് ഉണ്ട്, അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒത്തിരി ഉണ്ട്. പലരുടെയും കാരിസം ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ഹോസ്പിറ്റൽ, അതായത് ആതൊരു ശുശ്രൂഷയായിരിക്കാം, ചിലർക്ക് വിദ്യാഭ്യാസമായിരിക്കാം, ചിലർക്ക് ഈശോയുടെ മുമ്പിലിരുന്ന് ആരാധിക്കുക എന്നുള്ളതായിരിക്കാം. കുടുംബ പ്രേക്ഷിതത്വം എന്നുള്ളത് ഒരു കാരിസമായി ഏറ്റെടുത്തേക്കുന്ന നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു സിസ്റ്ററിൻ്റെ ഒരു കോൺഗ്രേഷൻ മാത്രമേ ഉള്ളൂ. മറ്റു നാടുകളിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ഒരു സാധാരണ ചിന്താഗതിയിൽ കുടുംബം എൻ്റയർലി ഡിഫറെൻറ്റ്, വേറൊരു ദൈവവിളി, സന്യാസം വേറൊരു ദൈവവിളി, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതിനെ തിരുത്തി കുറിച്ച ആളാണ് അങ്ങയുടെ സഭയുടെ സ്ഥാപകയായ മറിയം ത്രേസ്യാമ്മ. അപ്പം എങ്ങനെയാണ് ഈ കുടുംബ പ്രേക്ഷിതത്വം എന്നുള്ളത് നിങ്ങളുടെ ഒരു കാരിസമായി വന്നത് എന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ അമ്മ അത് ജനിച്ച ആദ്യകാലം മുതലേ അമ്മ ഇങ്ങനെ ഒരു ഇൻഫ്യൂസ്ഡ് ഫെയ്ത്തുള്ള ആളാണ്. മീൻസ് കുട്ടിക്കാലത്ത് തന്നെ അമ്മയുടെ ചോദ്യങ്ങൾ, അമ്മയുടെ ലൈഫ് ഹിസ്റ്ററി വായിച്ചാൽ അറിയാം. അമ്മ കർത്താവിനോടുള്ള അദമ്യമായിട്ടുള്ള സ്നേഹം, ക്രൂശിതനോടുള്ള അതിരറ്റ സ്നേഹം, പാവങ്ങളോടുള്ള കരുണ, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ, ഇങ്ങനെ ആ കുടുംബത്തിൽ വളർത്തപ്പെട്ട ഒരാളാണ് മറിയം ത്രേസ്യാമ്മ. അമ്മ ഇങ്ങനെ അതീന്ദ്രിയ, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അതിസ്വാഭാവിക കാര്യങ്ങൾ കാണിക്കണം കണ്ടപ്പോൾ അമ്മയെ തെറ്റിദ്ധരിച്ച ഒരുപാട് പേരുണ്ട്. ബിഷപ്പ് പോലും അമ്മയെ തെറ്റിദ്ധരിച്ചു. എന്നാലും ഇവളിങ്ങനെയൊക്കെ പറയല്ലേ, ഇത് ഇവളെ നമുക്ക് അന്ന് മടത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ CMC സിസ്റ്റേഴ്സാണ് അന്ന് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രിഗേഷൻ. അപ്പോൾ ഒല്ലൂർ മടത്തിക്കൊണ്ട് നമ്മുടെ ഇപ്പോൾ വിശുദ്ധിയായിട്ടുള്ള യുപ്രാസി അമ്മയുടെ നോവീസ് ഷീറ്റ് ഗുരുത്തിയായിട്ട് അവിടെ കൊണ്ടാക്കുകയാണ്. പക്ഷെ അമ്മ അവിടെ നിന്ന് അവിടെ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് നോവീസാണെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ അമ്മയ്ക്ക് അവിടെ സ്വസ്ഥത കിട്ടുന്നില്ല. മതിൽക്കെട്ടിനുള്ളിലിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു മാത്രം ഇരിക്കുന്ന ഒരു കണ്ടംപ്ലേറ്റീവ് വിങ് അല്ല എൻ്റെ ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നൊരു ധാരണ അമ്മയ്ക്ക് കർത്താവ് കൊടുക്കുകയാണ്. ആ വിളി അമ്മ കേട്ടിട്ട്, അപ്പം അങ്ങനെ ഒരു അവിടെ അമ്മയ്ക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അനുഭവം. ഒപ്പം തന്നെ പുത്തൻചിറയിലത്തെ ആളുകൾ ഈ കന്യക ഇവിടെ നിന്ന് 37 വയസ്സ് വരെ അമ്മ നാട്ടിൽ ജീവിച്ചതാണ് 3 കൂട്ടുകാരുമായിട്ട്. അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഹിസ്റ്ററി വായിച്ചിട്ടുണ്ടാവും. അമ്മയും 2 കൂട്ടുകാരും കൂടി വീടാന്തരം കയറി ഇറങ്ങി മുട്ടുപാടുള്ളവരെ സഹായിച്ച് കുടുംബ ശുശ്രൂഷകൾ ചെയ്ത് വേദനിക്കുന്ന ആളുകളിൽ ക്രിസ്തുവിനെ ദർശിച്ച് ശുശ്രൂഷകളിൽ വ്യാപൃതയായിരുന്ന ഈ അമ്മയെയാണ് ഒരു ദിവസം പിടിച്ച് മഠത്തിൽ കൊണ്ടുവന്നാക്കുന്നത്. 37 വയസ്സിലല്ല, അതിന് മുമ്പ് കിട്ടാം. അത് കഴിഞ്ഞ് അവിടെ വെച്ച് അങ്ങനെ പോയപ്പോൾ ഈ നാടിന് ഈ അമ്മേനെ ഭയങ്കര മിസ്സിങ് ആയി. കാരണം ഇങ്ങനെ ഒരു പുണ്യവതി അമ്മ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയത് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം അവരാഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ വിധേയത്തിൽ പിതാവിനോട് ഇവർ കംപ്ലൈൻറ്റ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അമ്മയെ പിടിയും വലിയും എന്നുള്ള ധാരണയിലാണ് അമ്മ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്ന് അമ്മയുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഏകാന്ത ഭവനം പണിത് അമ്മയുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പോൾ അമ്മ അന്ന് ചെയ്തെന്താണ്? വേദനിക്കുന്ന മക്കളിൽ ക്രിസ്തുവിനെ ദർശിക്കുക, മുട്ടുപാടുള്ളവരെ സഹായിക്കുക, കുടുംബങ്ങളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും വേദനിക്കുന്ന ആളുകളെ ശുശ്രൂഷിച്ച ഒരുപാട് അനുഭവങ്ങൾ അമ്മയുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മരണാസന്നരെ നൽമരണത്തിനൊരുക്കുക, പിന്നെ അറിവില്ലാത്തവരെ പഠിപ്പിക്കുക, ആരോരുമില്ലാത്തവരെ സഹായിക്കുക. ഇതാണ് അമ്മയുടെ സിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആരും ചെയ്യാത്ത ഒരു കാര്യം, അന്ന് കരക്കന്യാശ്രീ എന്നാണ് അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്നത് കുറേ ആളുകൾ. കാരണം സിസ്റ്റേഴ്സ് ഇങ്ങനെ വീടുകളിൽ പോകുന്നത് നിഷിദ്ധം, സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നത് നിഷിദ്ധം എന്ന് വിചാരിച്ച സമയത്താണ് അമ്മ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ അന്ന് മറിയം ത്രേസ്യ കുടുംബങ്ങളിൽ കയറി നടത്തിയ ശുശ്രൂഷ ഇന്ന് സിസ്റ്ററിന്റെ കൗൺസിലിംഗ് സെന്ററിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൊമ്പരപ്പെടുന്ന കുടുംബങ്ങൾക്കായി സേവനം ചെയ്യുക എന്ന ദൈവിക ഹിതം ഒരു വിളിക്കുള്ളിലെ വിളിയായി തിരിച്ചറിഞ്ഞ് ഒരു സന്യാസിനിയായി ഇവർ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ കുടുംബങ്ങളോടുള്ള കരുതൽ ഇവർക്ക് വലിയ ഊർജവും കരുത്തുമേകി. തിരുക്കുടുംബത്തിന്റെ ആത്മീയ ചൈതന്യത്താൽ അനേകം കണ്ണീരണിഞ്ഞ മക്കൾക്ക് ആശ്രയമാകാൻ തന്റെ സന്യാസ ദൈവവിളി കൊണ്ട് കഴിഞ്ഞു എന്ന് സിസ്റ്റർ ഡോക്ടർ റോസ് സ്മരിക്കുന്നു. നമുക്ക് സിസ്റ്ററിന്റെ ശുശ്രൂഷകളിലേക്ക് വരാം. പഠന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സൈക്കോളജിയിൽ PGയിൽ റാങ്കോട് കൂടിയിട്ട് പാസ്സാവുന്നു. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാരേജ് ആൻഡ് ഫാമിലി ആ ഒരു വിഷയത്തിൽ PhD ചെയ്യുന്നു. ഇപ്പോൾ സിസ്റ്റർ എനിക്ക് തോന്നുന്നു 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് സിസ്റ്റർ ആയിരിക്കുന്ന ആ 2 മേഖലകൾ, അവിടുത്തെ ശുശ്രൂഷകൾ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ 1982 എൻ്റെ വ്രതവാഗ്ദാനം, 89 ഫൈനൽ വൗ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്പെഷ്യലൈസേഷൻ പഠനങ്ങളിലേക്ക് പോകുന്നത്.
2006 PhD പൂർത്തിയാക്കാൻ പറ്റി. 92 മുതൽ ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ട് ഞാൻ PG കഴിഞ്ഞപ്പോൾ തുടങ്ങി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ശുശ്രൂഷകൾ വ്യാപരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ അന്ന് ഭവനങ്ങളിൽ എനിക്ക് തന്നെ ഏറ്റവും അധികം ഈ ഫീൽഡ് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് കുടുംബ ആത്മഹത്യകൾ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്കാളും കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തേക്കാളും വളരെ കൂടുതൽ കുടുംബ ആത്മഹത്യകൾ കേരളം പോലെ വേറൊരു സ്ഥലം ലോകത്തുണ്ടാവില്ല എന്നാണ് പല റിസർച്ച് സ്റ്റഡീസും പറയുന്നത്. ഇതെന്നെ വല്ലാതെ വിഷമിക്കാം. ഞാൻ വിചാരിക്കും ചിലപ്പോൾ നല്ല തങ്കപ്പെട്ട കൊച്ചുമക്കൾ മരിച്ചതിൻ്റെ ഫോട്ടോ അങ്ങോട്ട് കാണുമ്പോൾ ചങ്ക് തകരാറുണ്ട്. അപ്പോൾ വിചാരിച്ചു ഈ ഫാമിലി ആൻഡ് മാരേജിലേക്ക് കുറേ കൂടി നമുക്ക് പഠിക്കണം, കേരളത്തിൻ്റെ കൾച്ചറിൽ പഠിക്കണം. പുറത്ത് പോയി പഠിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കൾച്ചർ പഠിക്കണമെങ്കിൽ. അങ്ങനെ പോയി ടെസ്റ്റ് എഴുതി. 5-8 കൊല്ലങ്ങൾക്ക് ശേഷമാണ് PhDക്ക് ഞാൻ പോയി ടെസ്റ്റ് എഴുതി അഡ്മിഷൻ കിട്ടി. അങ്ങനെ സ്കോളർഷിപ്പോട് കൂടിയാണ് ഞാൻ PhD പഠിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അന്ന് തുടങ്ങി ഇന്ന് വരെ കുടുംബ ശുശ്രൂഷ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു കൊല്ലം എൻ്റെ ഇടയിൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, ആനന്ദമില്ല. അതാണ് ശരി, സന്തോഷമല്ല, ആനന്ദമില്ല. സന്തോഷം കിട്ടും, കാരണം അവിടെ നല്ല യൂത്ത് പിള്ളേരല്ലേ. അപ്പോൾ എനിക്ക് അതിലൊരു സന്തോഷം, ഒരു ആനന്ദം കിട്ടാത്തതിൻ്റെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഞാൻ എന്നെ നിർബന്ധിച്ചെങ്കിലും സഹൃദയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു സൈക്കോളജിയിൽ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദൂരം മനുഷ്യരാണ് എന്നെ കാത്തിരിക്കണേ. അവർ വിളിക്കുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം ഡേ ടൈമിൽ മുഴുവനും കോളേജിൽ പോവല്ലേ. അപ്പോൾ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ തിക്കാവും. അപ്പോൾ മനുഷ്യർക്ക് എന്നെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണ എന്നെ വിഷമിപ്പിച്ചു. വീണ്ടും ഞാൻ ഞാൻ പിതാവിനോടൊക്കെ പറഞ്ഞത് വേണ്ടാന്ന് വെച്ച് വീണ്ടും കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വരികയാണ്. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്, എനിക്ക് തോന്നുന്നു എനിക്ക് കുട്ടിക്കാലം മുതലേ ഈ നമ്മുടെ വീട്ടിൽ വന്ന് ലക്ഷം വീട് കോളനി എന്നൊക്കെ പറയുന്ന കുറേ ഏരിയ, നമ്മുടെ തന്നെ കുറേ ഇങ്ങനെ ജോലിക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു സങ്കടവും ഒരു കരുണയൊക്കെ അവരോട് എനിക്ക് കുട്ടിക്കാലം മുതലേ തോന്നാറുണ്ട്. ചിലപ്പോൾ ഈ പിടിയേരിയൊക്കെ പിടിച്ചിട്ട് എൻ്റെ അമ്മാമ്മ പള്ളിയിൽ കൊണ്ടു കൊടുക്കാൻ പറയും. പിടിയേരി പിടിച്ച് പള്ളിയിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു പതിവുണ്ട് പണ്ട്. ഇത് ഞാൻ വഴി കൂടെ പോകുമ്പോൾ അത് ഏതെങ്കിലും കഷ്ടപ്പെടുന്ന ആളെ കണ്ടാൽ, ഒരു കുടുംബം കണ്ടാൽ വീട്ടിൽ കയറിയിട്ട് ഞാനിത് കൊടുത്തിട്ട് പോകും. എന്നിട്ട് ഞാൻ പോയി കുമ്പസാരിക്കും. അപ്പോൾ എനിക്കറിയാം അമ്മാമ്മയുടെ നിയോഗം ഞാൻ തെറ്റിച്ചു എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ടാവും. ഞാൻ പോയി അച്ഛനോട് കുമ്പസാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചില അത് എനിക്കിങ്ങനെയുള്ളൊരു കരുണ അങ്ങനെ എൻ്റെ മനസ്സിലെ പാവങ്ങളോട് എനിക്കുണ്ടായിരുന്നു. ഈ അമ്മയുടെ ലൈഫിലും ഞാനിത് അമ്മ അങ്ങനെ ഒരുപാട് അനാഥരെ എടുത്തുകൊണ്ട് വന്ന് കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ വളർത്തുന്നു. തൈരി എന്ന് പറഞ്ഞ ഒരു കുഷ്ഠരോഗി വന്ന ഒരു സ്ത്രീയെ, ഒരു ഹൈന്ദവ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കോൺവെൻറ്റിൽ കൊണ്ടുവന്ന് നോക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിനിവേശം അങ്ങനെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താല്പര്യം എന്നെ അതിലേക്ക് ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ആണെങ്കിലും പറഞ്ഞു വെക്കുന്നത് തന്നെ പാവങ്ങളോട് പക്ഷം ചേരുക. ആ ഒരു എപ്പോഴും പാവങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായിട്ട് മാത്രമായിരിക്കില്ല. സിസ്റ്റർ കുറേയും കൂടെ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ മെന്റലി പാവങ്ങളായി പോകുന്ന, മനസ്സ് ദുർബലമായി പോകുന്ന കുറേ മനുഷ്യരെ അവർക്ക് വരുന്ന സിസ്റ്റർ ഒരുപക്ഷെ കോളേജ് വേറെ ആളും പഠിപ്പിക്കാൻ വരും, പക്ഷെ ഇവരെ കേൾക്കാൻ സിസ്റ്ററേ ഉള്ളൂ. കുടുംബ പ്രേക്ഷിതത്വത്തിന്റെ സഭയായ ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ കാരിസം അനേകം കുടുംബങ്ങൾക്കായി പകർന്നു നൽകുവാൻ തന്റെ ദൈവവിളിയെ ഇവർ ഉപയോഗപ്പെടുത്തി. അതുവഴി പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന അനേകം കുടുംബങ്ങൾക്ക് ഇത് സാന്ത്വനമേകി. തന്റെ മഹത്വമേറിയ ഈ സന്യാസ ദൈവവിളി അതിന്റെ മുഴുവൻ വിശുദ്ധിയോടെയും അനേകം വേദനിക്കുന്ന മക്കൾക്ക് ഫലദായകമായി പങ്കുവയ്ക്കുവാൻ ഇവർക്ക് കഴിയുന്നു. ഒത്തിരി സൈക്കോളജിസ്റ്റ് ഉണ്ട് അല്ലെ, ഒത്തിരി പേരുണ്ട്. ആൻഡ് സിസ്റ്റർ ഒരു സന്യാസിനിയാണ്. ഈ സന്യാസിനിയുടെ വസ്ത്രം ഈ മനസ്സുകളെ കാണാനും കേൾക്കാനും അവർക്ക് ആശ്വാസമാകാനും എത്രമാത്രം ഉപകരിക്കുന്നുണ്ട്. ഞാനൊരു അൽമായനാണ്, സിസ്റ്റർ ഒരു സന്യാസിനിയാണ്. എന്തുകൊണ്ട് സന്യാസിനിയായ ഒരു സൈക്കോളജിസ്റ്റ്? അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോകമേക തറവാട്. ഇപ്പം ഞാൻ കെവിനെ കാണുന്നത് എൻ്റെ ഒരു ബ്രദറാ അല്ലേ, എൻ്റെ ഒരു കുഞ്ഞനിയൻ അല്ലെങ്കിൽ ഒരു മോനാണ്. തീർച്ചയായിട്ടും മോനാവാനുള്ള പ്രായമുണ്ട്. 38 വർഷം കഴിഞ്ഞു, 40ാമത്തെ വർഷത്തിലേക്ക്, 39 കഴിഞ്ഞു, 40ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പോകണേ വ്രതം ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഒരു കുടുംബം വേദനിക്കാന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുടുംബമായിട്ട് എനിക്ക് കാണാൻ പറ്റും. എനിക്ക് സ്വന്തം കുടുംബം ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു 5-8 മാസം മുമ്പ് കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടി വരികയാണ് എൻ്റെ അടുത്ത്. അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവളുടെ പ്രശ്നം ഇതാണ്, അവളുടെ അപ്പൻ ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല.
അവളുടെ ആങ്ങള ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓർമ്മ പോയി സ്ഥിരബോധമില്ലാത്തൊരവസ്ഥയിലേക്കായി. ഇവൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു. ഭർത്താവിന് ഡ്രൈവറാണ്, വേണ്ടത്ര ജോലിയൊന്നും കാര്യമായിട്ടില്ല, ഒരു വീട് കൊണ്ടുനടക്കാനുള്ള സാമ്പത്തികം. അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അപ്പോൾ ഇവൾ മൂന്നാമത് പ്രഗ്നൻ്റായി. എന്ന് വെച്ചാൽ മൂത്ത കുട്ടിക്ക് 6 വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സ്, 2 വയസ്സ്, മൂന്നാമത്തെ പ്രഗ്നൻ്റായി. ഇവൾക്ക് ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളെ കൗൺസിലിങ്ങിന് ആരോ പറഞ്ഞു റോസസിൻ്റെ അടുത്ത് പോകും, കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ അവളത് അക്സെപ്റ്റ് ചെയ്യാൻ രീതിയിൽ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഈ കുട്ടി പൊട്ടിക്കരയാണ്. സിസ്റ്റർ, രണ്ടാമത്തെ ഡെലിവറി നടത്തിയ സിസേറിയനാണ്, രണ്ടും സിസേറിയനാണ്, എന്തോ കോംപ്ലിക്കേഷനുള്ള കുട്ടിയാണ്. അപ്പോൾ ഇനി ഒരു ഡെലിവറി എടുക്കാനുള്ള കാശ് എൻ്റെ വീട്ടിലും ഇല്ല, എൻ്റെ ഭർത്താവിനും ഇല്ല. അപ്പോൾ എനിക്ക് ഇനി ഞാൻ ഈ 10 മാസം ഞാൻ ജോലിക്ക് പോകാണ്ടിരിക്കണ്ടേ? ഞാനും എൻ്റെ ഭർത്താവും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കുടുംബവും അവൻ്റെ കുടുംബവും ഒരുമിച്ച് കഴിയണേ. അപ്പോൾ ഇനി ഒരു ഡെലിവറിക്ക് എനിക്ക് പറ്റില്ല സിസ്റ്റർ, ഞാനിത് അബോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് അവളുടെ സ്റ്റാൻഡ്. ടോട്ടലി ഡിപ്രസ്ഡ്, ടോട്ടലി സ്കാറ്റേഡ്. അവളുടെ ഷൂസിൽ ഞാനും 5 മിനിറ്റ് ഒന്ന് നിന്ന് നോക്കി. എൻ്റെ അമ്മയെ, എനിക്ക് വിഷമമായിട്ട് പാടില്ല, എനിക്ക് പറ്റണില്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പം ഞാൻ ഈ കൊച്ചിനോട് നീ അബോർട്ട് ചെയ്യല്ലേ എന്ന് പറയണമെങ്കിൽ വേറൊരു വഴിയും കൂടി അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, ഇതിപ്പോൾ എനിക്ക് 5ാമത്തെ കുഞ്ഞാട്ടാ ഈ ടൈപ്പ്. ഞാൻ പറഞ്ഞത്, മോളെ, നീ എനിക്ക് വേണ്ടി ആ കുഞ്ഞിനെ വളർത്തണം, എനിക്ക് വേണ്ടി ഞാൻ വാടകയ്ക്ക് എടുത്തേക്കാണ് നിൻ്റെ ഗർഭപാത്രം. ഞാൻ എന്ന് പറയുന്നത് കർത്താവ് വാടകയ്ക്ക് എടുത്തേക്കാണ്. ഞാൻ ആരാണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയാണ്, കർത്താവിൻ്റെ ആളാണ്. അപ്പോൾ ആ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് വേണ്ടി വളർത്തണം, ഈശോയ്ക്ക് വേണ്ടി വളർത്തണം. അതിന് എന്ത് സപ്പോർട്ടും ഞാൻ മരിച്ചില്ലെങ്കിൽ എൻ്റെ പൊന്നുമോക്ക് ഞാൻ തരും. ഇവളങ്ങ് പൊട്ടിക്കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ കരയാണ്. മിനിഞ്ഞാന്ന്, അതായത് ഞാൻ ഇങ്ങോട്ട് വരണേ ഇന്നലെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മിനിഞ്ഞാന്ന് രാവിലെ ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോസ് സിസ്റ്റർ, സമയം പൂർത്തിയായി. 2-3 പ്രാവശ്യം അന്ന് വന്നു, പിന്നെ വന്നിട്ടില്ല കൗൺസിലിങ്ങിന്, കൊറോണയ്ക്ക് ആയാലും. സമയം പൂർത്തിയായി, ഈ 21-ാം തീയതി അഡ്മിറ്റ് ചെയ്യണം. കൊച്ചു വിളിച്ചു. ഞാൻ അപ്പോഴേക്കും പലരോടും ചോദിച്ച് പറിച്ച് വാങ്ങിച്ച് ഒരു 10,000 രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള മട്ടിൽ 10,000 രൂപ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. എല്ലാ കാര്യങ്ങൾക്കും, തമ്പുരാൻ്റെ കാര്യങ്ങൾക്കും നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ കയ്യിൽ വല്ലതുണ്ടോ മോനെ? ഒന്നുമില്ല. വല്ലതുണ്ടോ? ഒന്നുമില്ല. 5 പൈസയില്ല. പക്ഷേ ഞങ്ങൾ സമ്പന്നരാണ്. ഈ സമ്പന്നത മുഴുവനും കുടുംബങ്ങളിലേക്കാണ്. ആ അമ്മ വന്നിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണ് പൊട്ടി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. ആരും അറിയുന്നില്ല. ഇത് ഞാൻ ഉറക്കെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് പറഞ്ഞു. ഉറപ്പായിട്ടും. കാരണം ഇതൊരു എൻ്റെ കണ്ണ് നിറഞ്ഞ വരികയാണ്. ഒരു ഉദാഹരണമാണ്. ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ സിസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്ത് ക്ലിയർ ആണ്. കാരണം ഇത് സന്യാസത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് സന്യാസത്തിൻ്റെ ഭംഗി. കാരണം നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് കടന്നു വരുന്നയാൾ നിങ്ങൾക്ക് സഹോദരനാണ്, നിങ്ങൾക്ക് മകനാണ്, മകളാണ്. കുടുംബങ്ങളിൽ ഏറെ വെല്ലുവിളികൾ നിറയുന്ന ഈ കാലഘട്ടത്തിൽ അനേകം ദമ്പതിമാർക്ക് കുടുംബജീവിതത്തിൽ ദിശാബോധം നൽകുവാൻ ഈ ദൈവവിളിയെ ദൈവം ഉപയോഗിക്കുന്നു. ശാസ്ത്രീയമായി ഈ വിഷയങ്ങളെ പഠിച്ച് ദൈവിക സ്നേഹവും പ്രാർത്ഥനയും ഉൾച്ചേർത്തു നൽകുന്ന പരിഹാരം അവർക്ക് വലിയ ആശ്വാസവും കൃപയുമാകുന്നു. സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായി നിലകൊള്ളുന്ന കുടുംബങ്ങൾക്കായി പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് തന്റെ ദൈവവിളിയുടെ മഹത്വം ഇവർ തിരിച്ചറിയുന്നു. ഒത്തിരി കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, ഒത്തിരി യുവാക്കളെ കണ്ടിട്ടുണ്ട്. ഇത്രമാത്രം സിസ്റ്റർ ഉപയോഗിച്ച വാക്ക് സ്കാറ്റേർഡ് ആണോ നമ്മുടെ കുടുംബങ്ങൾ? ഇത്രമാത്രം. കാരണം പെരിഫറലായിട്ടൊന്ന് നോക്കുമ്പം എല്ലാവരും ഹാപ്പിയാണ്, എല്ലായിടത്തും വളരെ ഭംഗിയാണ് ഒക്കെയാണ്. സിസ്റ്റർ ഒരു കന്യാസ്ത്രീയായും ഒരു സൈക്കോളജിസ്റ്റായൊക്കെ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെ കാണുന്നത്? ഇന്നത്തെ കുടുംബങ്ങൾ കെവിൻ പറഞ്ഞതുപോലെ പെരിഫറലി വെൽ ഓക്കെ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അതിൻ്റെ വികൃതമായ വശങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഇവരെ അക്കമ്പനി ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ അക്കമ്പനി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായേ പറ്റൂ. കുടുംബം നിലനിൽക്കണം എന്ന് ഉണ്ടെങ്കിൽ, ഇന്ന് നമുക്കറിയാം, ഒരു ശാരീരിക ആരോഗ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ആശുപത്രി വേണമെന്ന് പറയും അല്ലേ? ഒരു മെൻ്റൽ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? ആ വഴി ഇവരെ, കാരണം 2 എൻഡേലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണ് ഒരു കുടുംബ ജീവിതത്തിൽ കമ്മിറ്റഡ് ആയിട്ട് വരണേ.
നമ്മൾ വിചാരിക്കുന്ന പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ട്ണറെ ആയിരിക്കില്ല ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, എന്നാൽ ആത്മാവിൽ ആനന്ദിക്കുന്ന കുടുംബങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്, നമുക്കില്ലയെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഇടയനില്ലാത്ത ആടുകളെ പോലെ, തിരുവചനം പറയുന്ന പോലെ അലയുന്ന കുടുംബങ്ങളെയും എനിക്ക് കാണാനായിട്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിന് ഭീഷണിയായിട്ട് ഇൻഡിവിജ്വലിസം, ആൽക്കഹോളിസം, റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ്, വേണ്ടത്ര ഭൗതിക കാര്യങ്ങൾ വേണ്ടതുണ്ട്, ജോലിയില്ലായ്മ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യത, കടക്കെണികൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുന്ന, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് കുടുംബത്തിൻ്റെ പരിത്യക്താവസ്ഥ നമ്മളെ വേദനിപ്പിക്കുന്നത്. അവിടെ അപ്പോൾ എനിക്ക് തോന്നണേ, എനിക്കുള്ള ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് കർത്താവ് എന്നെ വെറുതെ എടുത്തതല്ല, വളരെ വ്യക്തതയോടു കൂടിയാണ് ഈശോ എന്നെ വിളിച്ചത്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ തിരഞ്ഞെടുത്ത ഞാനാണ്, നീയല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അത് എന്തിനാ? യോഹന്നാൻ ശ്ലീഹയുടെ 15-ാം അധ്യായത്തിൽ ഈ മുന്തിരിച്ചെടി ശാഖകളിൽ ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലത്തിൽ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ വേർഡ്. ഇതാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് വെറുതെ, അപ്പച്ചനോട് ഞാനിത് പറഞ്ഞു, എൻ്റെ അപ്പച്ച എന്നെ വെറുതെ നിങ്ങൾ വളർത്തിയത് നിങ്ങളുടെ മിടുക്കൊന്നുമില്ല, കർത്താവ് തന്നതല്ലേ എന്നെ ഈശോ തിരഞ്ഞെടുത്തു എന്ന് പറയണോ? ഇത് ഞാൻ പോണ്ടേ? അതെന്തിനാ? ഫലം പുറപ്പെടുവിക്കാനാ, വെറുതെ ഇരിക്കാനല്ല. അത് ഫലം പുറപ്പെടുവിക്കാനും അതിൽ നിലനിൽക്കാനും അതിനുള്ള യോഗ്യത ഒന്നുമില്ല. കാരണം എനിക്ക് കർത്താവിൻ്റെ മണവാട്ടിയാകാൻ എനിക്കെന്ത് യോഗ്യത? ഞാൻ ഓരോ ദിവസവും ആലോചിക്കുമ്പോൾ എൻ്റെ ഈശോയെ ഇവൻ്റെ ആളാണെന്ന് പറയാനുള്ള യോഗ്യത ഇപ്പോഴും എന്തോറും അബദ്ധങ്ങളാണ് എനിക്ക് സംഭവിക്കുന്നത്. ഈശോയെ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കുഞ്ഞു പൊടികൾ വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, എൻ്റെ വ്യക്തിത്വത്തിലെ തകരാറുകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഈശോ എന്നെ എടുത്തുയർത്തി ഫലം ചൂടാൻ, ഫലത്തിൽ നിലനിൽക്കാൻ. അത് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് കർത്താവ് പറയുന്നത് പോലെ ഇപ്പം ഞാൻ പറയുന്നത് കർത്താവിൻ്റെ സന്തോഷം എന്നിലും നിങ്ങളിലും ഈ ലോകം മുഴുവനിലും നിറഞ്ഞു കാണാനുള്ള കൊതി കൊണ്ടാണ് കേട്ടോ. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് പറയാൻ വേണ്ടിയിട്ടല്ല, എങ്കിൽ പോലും ഉറപ്പായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വലിനെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവരുടേതായ മനോഹരമായ നിയോഗങ്ങളുണ്ട്. സിസ്റ്ററിൻ്റെ നിയോഗം സിസ്റ്റർ തന്നെ പറഞ്ഞു ഈ ഒരു ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്ത്, ടു അക്കമ്പനി, കൂടെ നടക്കാൻ വേണ്ടിയിട്ട്, കുറേ കുടുംബങ്ങളുടെ കൂടെ നടന്ന് കൈയൊക്കെ എപ്പോഴോ വിട്ടുപോയ കുടുംബങ്ങളെ ഒന്ന് കൈചേർത്ത് പിടിപ്പിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ. ഇതുവരെയും സിസ്റ്റർ അത് ചെയ്തു, ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേൾക്കാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. സിസ്റ്റർ അതുവരേക്കും താങ്ക് യു. അതെ, ഓരോ ദൈവവിളിയും ദൈവത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ വിളിച്ചു ചേർക്കലുകളാണ്. ഓരോ ദൗത്യം അവർക്കായി കർത്താവ് തൻ്റെ വയലിൽ കരുതി വയ്ക്കുന്നു. അത് നിർവഹിക്കാനുള്ള കൃപയും നൽകുന്നു. അങ്ങനെ തിരുസഭയിൽ അവർ ക്രിസ്തുവിൻ്റെ കരവും മുഖവുമാകുന്നു. അനേകർ അങ്ങനെ ക്രിസ്തു സ്നേഹം നുകരുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.